ഹായ് ഹലോ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC 2025 നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 135/25 2025. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറഞ്ഞതിൽ മത്സ്യയിനത്തിൽ പെടാത്തവ ഏത്? താഴെ പറയുന്നവയിൽ മത്സ്യയിനത്തിൽ പെടാത്തവ ഏത്? ഏതാണ്? ചെമ്മീൻ. മത്സ്യയിനത്തിൽ പെടാത്തവ ഏതാണ്? ചെമ്മീൻ. അടുത്തത്, ലോകത്തിലെ ആദ്യത്തെ സ്വിസ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം. ലോകത്തിലെ ആദ്യത്തെ സ്വിസ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏത്? ഏതാണ്? ചൈന. ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേര്. ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേര് എന്താണ്? വിസരണം. ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേരെന്താണ്? വിസരണം. അടുത്തത്, 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവ ശരിയായവ ഏതെല്ലാം? 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവ ശരിയായവ ഏതെല്ലാം എന്നതാണ്. ഏതാണ്? അർജന്റീന മൂന്നാമതും കപ്പ് നേടി. ശരിയാണല്ലേ. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്രസീൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. ശരിയാണോ? അല്ല, തെറ്റാണ്. കിലിയാൻ എംബാപ്പ ഗോൾഡൻ ബൂട്ട് നേടി. ശരിയാണല്ലേ. ഉത്തരം ഏതാണ്? ബി ആണ്. 1, 2, 4 ആണ് ശരി. അർജന്റീന മൂന്നാമതും കപ്പ് നേടി. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയി മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്രസീൽ ആണോ? അല്ല. ആരാണ്? ഫ്രാൻസ് ആണല്ലേ. ഫ്രാൻസ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. ഫ്രാൻസ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. കിലിയാൻ എംബാപ്പ ഗോൾഡൻ ബൂട്ട് നേടി. ഫ്രാൻസ് ആണ് കേട്ടോ. അടുത്തത്, കേരളത്തിലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ഏത്? കേരളത്തിലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ഏതാണ്? അനീർട്ട്. അടുത്തത്, ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? വില്ലോ മരം. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? വില്ലോ മരം. അടുത്തത്, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ആരാണ്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കെ കേളപ്പൻ. അടുത്തത്, ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഏതാണ്? കേരളം. കേരളത്തിൽ നിന്നാണ് ലോട്ടറി ആദ്യമായിട്ട് ആരംഭിച്ചത്. എവിടെ നിന്നാണ്? കേരളത്തിൽ നിന്നാണ്. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. അടുത്തത്, ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലാഗണന ക്രമത്തിലാക്കുക. ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലാഗണന ക്രമത്തിൽ ആക്കുക. ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം എന്നാണ് നടന്നത്? 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. അടുത്തത്, ചാമ്പാരൻ സത്യാഗ്രഹം. ചാമ്പാരൻ സത്യാഗ്രഹം എന്ന് നടന്നത് 1917 ചാമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ചൗരി ചൗര സംഭവം 1922 ചൗരി ചൗര സംഭവം നടന്നത്. ഫെബ്രുവരി 5 കേട്ടോ. അടുത്തത്, നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരം 1920 നിസ്സഹകരണ സമരം നടന്നത്. അപ്പൊ ഒന്നുകൂടി നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതെന്നാണ് 1942. ചമ്പാരൻ സത്യാഗ്രഹം 1917. ചൗരി ചൗര സമരം 1922. നിസ്സഹകരണ സമരം 1920 എന്നിങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇതിലേതാണ് ശരി? നോക്കുക. ചമ്പാരൻ സത്യാഗ്രഹം 1917 അല്ലെ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. പിന്നെ ഏതാണ് നടന്നത്? ചൗരി ചൗര സംഭവം 1922. പിന്നെയോ നിസ്സഹകരണ സമരമാണ് കേട്ടോ. 1920 നിസ്സഹകരണ സമരം? 1920 മാറിപ്പോയതാണ്. 1917. പിന്നെ ഏതാണ്? 1920. പിന്നെ 1922. പിന്നെ 1942. ഇങ്ങനെയാണ് കേട്ടോ. ഉത്തരം ഇതിൽ ഡി എന്നാണ് കേട്ടോ കൊടുത്ത്. ഇനി അടുത്ത നോക്കാം. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ഏതാണ്? മഞ്ഞപ്പിത്തം. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ഏതാണ്? മഞ്ഞപ്പിത്തം. അടുത്തത്, ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഏതാണ്? ഗോവ. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗോവ. അടുത്തത്, ബാരാലാചാല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ബാരാലാചാല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയ. ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയ.
അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. 1946 സെപ്റ്റംബർ 2 മുതൽ 1950 ഡിസംബർ 15 വരെയായിരുന്നു കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേലാണ് 1946 സെപ്റ്റംബർ 2 മുതൽ 1950 ഡിസംബർ 15 വരെയായിരുന്നു. ഇപ്പോഴത്തത് ആരാണ്? അമിത് ഷായാണ് അല്ലെ. ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? അമിത് ഷായാണ് ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അടുത്തത് മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്തായിരുന്നു? മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്താണ്? യങ് ഇന്ത്യ. അടുത്തത് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ ആണ് പറയുന്നത്? നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ ആണ് പറഞ്ഞത്? ആർട്ടിക്കിൾ 14. അടുത്തത് ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബൊണാപാർട്ട് ഫ്രാൻസിന്റെ കിരീടാധികാരിയായത്? ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബൊണാപാർട്ട് ഫ്രാൻസിന്റെ കിരീടാധികാരിയായത്? ഏത് വർഷത്തിലാണ്? 1804. അടുത്തത് കാർഡമാം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാർഡമാം കുന്ന് ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണല്ലേ കാർഡമാം കുന്ന് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിം. അടുത്തത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആര്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. അടുത്തത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക് തക്കിൽ സ്ഥിതി ചെയ്യുന്ന സലികുന്ന ദേശീയോദ്യാനം ഏത്? വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക് തക്കിൽ സ്ഥിതി ചെയ്യുന്ന സലികുന്ന ദേശീയോദ്യാനം ഏതാണ്? കേബിൾ ലംജാവോ. അടുത്തത് ദക്ഷിണേന്ത്യയിലെ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ദക്ഷിണേന്ത്യയിലെ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിൽ? ദ്രാവിഡ ശൈലി. മടക്കുപർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? മടക്കുപർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? സംയോജക സീമകൾ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. ഉത്തരം എ ആണ്, 1 മാത്രമാണ് കേട്ടോ. അടുത്തത് തൊഴിൽ പങ്കാളിത്തത്തിനും വരുമാനത്തിലും ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആര്? തൊഴിൽ പങ്കാളിത്തത്തിനും വരുമാനത്തിനുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആരാണ്? ക്ലോഡിയ ഗോൾഡിൻ. ആരാണ്? ക്ലോഡിയ ഗോൾഡിൻ ആണ്. അടുത്തത് ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത്? ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അടുത്തത് ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏത്? ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏതാണ്? ബൃഹദീശ്വര ക്ഷേത്രം ട്ടോ. അടുത്തത് ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏത്? ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏതാണ്? കുടുംബശ്രീ.
1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയിത്രി ആര്? 1936 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ വ്യക്തി ആര്? ആരാണ്? സുഗതകുമാരി. അടുത്തത്, ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? ഏതാണ്? ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 32 പ്രകാരം ആർക്കാണ്? സുപ്രീം കോടതിക്കാണ് അല്ലെ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിൽ സമത്വം നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? ഏത് അനുച്ഛേദമാണ്? അനുച്ഛേദം 14. അടുത്തത്, സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട്. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ്? മാൻഡമസ് അല്ലെ. അടുത്തത്, ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 51A ട്ടോ. അടുത്തത്, ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? ശ്രീമതി വിജയഭാരതി സയാനി. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? ശ്രീമതി വിജയഭാരതി സയാനി. അടുത്തത്, ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചതെന്നാണ്? ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചതെന്നാണ്? 1947 ജൂലൈ 22. അതായത് ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചതെന്നാണ്? 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്തത്, രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണ്? രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്താണ്? വിശ്വഭാരതി. അടുത്തത്, 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ആരാണ്? ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. ഏതാണ്? ഇരവികുളം. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഏതാണ്? ഇരവികുളം. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവികുളമാണ്. നിലവിൽ വന്നത് ഏതാണ് എന്നാണ്? 1978 ട്ടോ നിലവിൽ വന്നത്. വന്യസങ്കേതമായി പ്രഖ്യാപിച്ചതെന്നാണ് 1975 ട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആര്? കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആരാണ്? PT ഉഷയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? ഏത് നദിയിലാണ്? മുതിരപ്പുഴ. അടുത്തത്, നീലം വിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീലം വിപ്ലവം ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് മേഖലയാണ് നീല വിപ്ലവം? മത്സ്യം അല്ലേ. ഇന്ത്യയില് നീല വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. എന്നാണ്? 1985 1990 കാലഘട്ടത്തിലാണ് ട്ടോ. 1990 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ നീല വിപ്ലവം ആരംഭിച്ചത്. എന്നാണ്? 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. അടുത്തത്, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആര്? ആരാണ്? AK ഗോപാലൻ. AK ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. അടുത്തത്, കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏത്? കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏത്? ഏതാണ്? വിഴിഞ്ഞം തുറമുഖം അല്ലെ. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. ഇത് ഉദ്ഘാടനം ചെയ്തതെന്നാണ്? 2025 മെയ് 2-നാണ്. 2025 മെയ് 2-നാണ് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്.
കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങി. അടുത്തത് ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരമാട്ടോ. ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ് നടന്നത്? 1936 നവംബറിലാണ്. നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. എന്നാണ് 1936 നവംബർ 12-നാണ്. ഇനി വൈക്കം സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. 603 ദിവസം നീണ്ടുനിന്ന ഒരു സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം. എന്നിട്ട് അവസാനിച്ചത് എന്നാണ്? 1925-നാണ് കേട്ടോ. 1924 തുടങ്ങി 1925 നവംബർ 23-നാണ് അവസാനിച്ചത്. അപ്പം 603 ദിവസം നീണ്ടുനിന്ന സത്യാഗ്രഹമാണ് എന്ത്? വൈക്കം സത്യാഗ്രഹം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാണ്? 1936 നവംബർ 12-നാണ്. അടുത്തത് പാലിയം സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1947 ഡിസംബർ 4-നാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. എന്നാണ് 1947 ഡിസംബർ 4-നാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. ഇത് അവസാനിച്ചത് 1948-നാണ് പാലിയം സത്യാഗ്രഹം അവസാനിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത സത്യാഗ്രഹമാണ് കേട്ടോ. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത സത്യാഗ്രഹമാണ് എന്ത്? പാലിയം സത്യാഗ്രഹം. ഇനി അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം എന്താണ്? 1931 തുടങ്ങി 32 വരെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം കേട്ടോ. അപ്പൊ ഒന്നുകൂടി നോക്കാം. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30-ന് തുടങ്ങി. ഈ 1925 നവംബർ 23 വരെ നീണ്ടുനിന്ന സമരമായിരുന്നു എന്ത്? വൈക്കം സത്യാഗ്രഹം. 603 ദിവസം നീണ്ടുനിന്നൊരു സമരമായിരുന്നു. പാലിയം സത്യാഗ്രഹം 1947 തുടങ്ങി ഡിസംബർ 4-ന് 1947 ഡിസംബർ 4-ന് തുടങ്ങി 1948 മാർച്ച് വരെ നീണ്ടുനിന്ന ഒരു സമരമായിരുന്നു എന്ത്? പാലിയം സത്യാഗ്രഹം. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത സത്യാഗ്രഹമായിരുന്നു എന്ത്? പാലിയം സത്യാഗ്രഹം. അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12-ന് തന്നെയാണ്. 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം 1931 മുതൽ 32 വരെയാണ് ഗുരുവായൂർ. അപ്പം ആധുനിക കാലത്ത് മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഏത് സത്യാഗ്രഹത്തെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അടുത്തത് കവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ആര്? കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അടുത്തത് 54ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി. 54ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? മിഥുൻ ചക്രവർത്തി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. അടുത്തത് പൊയ്ക്കൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവരുടെ ശരിയായ പ്രസ്താവന ഏത്? പൊയ്ക്കൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ കഴിഞ്ഞരകിൽ ജനിച്ചു. ശരിയാണോ? അല്ല, തെറ്റാണ്. മധ്യ തിരുവിതാംകൂറിലാണ് കേട്ടോ. അന്നത്തെ കാലത്ത് മധ്യ തിരുവിതാംകൂർ എന്നൊക്കെ പറയും. കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അതെ, ശരിയാണ്. ജ്ഞാനപീയൂഷം എന്ന പുസ്തകം മനസ്സിൽ നിന്ന് അച്ചിറക്കി. ശരിയാണോ? അല്ല, തെറ്റാണ്. അയിത്തജാതിക്കാർക്ക് തിരുവിതാംകൂർ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. ശരിയാണ് കേട്ടോ. അയിത്തജാതിക്കാർക്ക് ആദ്യമായിട്ട് വിദ്യാലയം തുടങ്ങിയത് ആരാന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങിയത് ആരാന്ന് ചോദിച്ചാൽ പൊയ്ക്കൽ യോഹന്നാനാണ്. ഉത്തരം സി ആണ് കേട്ടോ. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി. ഏതാണ്? INS അരിഗാത്ത്.
അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? VT ഭട്ടതിരിപ്പാട് ഏതാണ്? യോഗക്ഷേമ സഭ ശരിയാണല്ലേ. പണ്ഡിറ്റ് KP കറുപ്പൻ ഏതാണ്? ആര്യ സമാജം ശരിയാണല്ലേ. മന്നത്ത് പത്മനാഭൻ ഏതാണ്? സമത്വ സമാജം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. ഇങ്ങനെ കേട്ടോ വേണ്ടേ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. പിന്നെ ആത്മവിദ്യാ സംഘം ആരാണ്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ. അപ്പൊ മന്നത്ത് പത്മനാഭനല്ല. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഈ യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. പിന്നെ അതുപോലെ തന്നെ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഇതിലേതാണ് ശരി? ഉത്തരം B ആണ്. 2ഉം 4ഉം മാത്രമാണ് ശരി. അടുത്തത് ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും സ്വതാര്യത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രം. അടുത്തത് ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറക്കൽ സമരം, അതായത് ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറക്കൽ സമരം നടന്ന സ്ഥലം എവിടെയാണ്? പയ്യന്നൂർ. സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി 2 മെഡലുകൾ നേടുന്ന ആദ്യ താരം ആരാണ്? ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി 2 മെഡലുകൾ നേടുന്ന ആദ്യ താരം ആരാണ്? മനു ബക്കർ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്നത് സാമ്യപരിഷ്കർത്താവ് ആര്? കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമ്യപരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. അടുത്തത് താഴെ തന്നിരിക്കുന്ന ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നതാണ് റിക്സിയ? താഴെ തന്നിരിക്കുന്ന ഏത് സസ്യവിഭാഗത്തിൽ പെടുന്ന റിക്സിയ? ബ്രയോഫൈറ്റ. മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ കാലയളവ് എത്രയാണ്? മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ കാലയളവ് എത്രയാണ്? 220 മുതൽ 280 ദിവസം വരെയാണ്. തന്മാത്ര തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു? തന്മാത്ര തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? DNA ബാർകോഡിംഗ്. താഴെ പറഞ്ഞാൽ ഏതു ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികൾ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? താഴെ പറഞ്ഞാൽ ഏതു ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? ഏതു ഹോർമോണാണ്? മെലറ്റോണിൻ. അടുത്തത് താഴെ തന്നിരിക്കുന്ന മനുഷ്യനിൽ സ്കെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ മനുഷ്യ സ്കെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏത്? കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏതാണ്? അനുയാത്ര. ഡയോക്ലിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ഡയോക്ലിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ഏതാണ് ശരി? ഉത്തരം D ആണല്ലേ. 1, 2, 3, 4 ശരിയാണ്. വിഷാംശമുള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തുവാണ് ഡയോക്ലിൻ. കൊഴുപ്പ് കലകളിൽ സംഭരിക്കപ്പെടുന്നു. വ്യാവസായിക പ്രക്രിയകളുടെ ഉൽപ്പന്നങ്ങളാണിവ. മനുഷ്യനിൽ ഹോർമോൺ വ്യവസ്ഥയ്ക്കും തകരാറ് ഉണ്ടാക്കുന്നതിനും ക്യാൻസറിനും കാരണമാകുന്നു. അടുത്തത് താഴെ തന്നിരിക്കുന്ന കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂണിനം ഏതാണ്? അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂണിനം ഏതാണ്? ഭീമ. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. ഏതാണ്? ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. വിറ്റാമിൻ B12 അപ്രാപ്യത മൂലമുണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ B12 അപ്രാപ്യത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? മെഗലോബിസ്റ്റിക് അനീമിയ. അടുത്തത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് കോർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ്. ഒരു അപ് കോർക്ക് +2/3 E ചാർജ് ഉള്ളതും ഒരു ഡൗൺ കോർക്ക് -1/3 E ചാർജ് ഉള്ളതുമാണ് എങ്കിൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കോർക്ക് സംയോജനം ആകാൻ സാധ്യതയുള്ളത് ഏതാണ്? പ്രോട്ടോണ് 2 അപ് കോർക്ക് 1 ഡൗൺ കോർക്കും ന്യൂട്രോണ് 1 അപ് കോർക്കും 2 ഡൗൺ കോർക്കും.
അടുത്തത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉൽപ്പന്നം ഏത്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉൽപ്പന്നം ഏത്? ഏതാണ്? ജലം. 6 കിലോ മാസ്സുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്ന വസ്തുവിന്റെ മാസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ത്? 6 kg മാസ്സുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു വസ്തുവിന്റെ മസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? എന്താണ്? എല്ലായിടത്തും 6 kg. താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഏതാണ്? ജൂൾ പെർ സെക്കൻഡ്. അടുത്തത് സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകൾ സെൽഷ്യസ് സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില്, കെൽവിൻ സ്കെയിൽ എന്നിവ സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലുകളിലും എത്രയാണ്? എത്രയാണ്? ഉത്തരം 7 അല്ലേ? അടുത്തത് ചലനത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു, ശരി ഏത് എന്നതാണ്? ചലനത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു, ശരി ഏത് എന്നതാണ്? ഇതാണ് സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ ത്വരണം 0 ആണ്. സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ത്വരണം 0 ആണ്. അടുത്തത് പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നത്. പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു. ഏതാണ്? മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായ, ശരിയാണ് അല്ലെ? പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ ലംബമായി പതിച്ചാല് രണ്ട് മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാങ്കം ആയാല് ഉത്തരം D ആണ്. 1, 2, 3 ശരിയാണ്. ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിന്റെ സ്ഥിതികോർജം E ആണെങ്കിൽ അതിന്റെ ഗതികോർജവും ആകെ ഊർജവും എത്ര? അതായത് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിന്റെ സ്ഥിതികോർജം E ആണെങ്കിൽ അതിന്റെ ഗതികോർജവും ആകെ ഊർജവും എത്രയാണ്? ഗതികോർജം E/2, ആകെ ഊർജം E/2 ആണ് കേട്ടോ. അടുത്തത് അപവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീഫ് ആണ്. ആധുനിക അപവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലി ആണ്. ഈ അപവർത്തന പട്ടികയുടെ അടിസ്ഥാനം എന്താണ്? അതായത് അപവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? മെൻഡലീഫ് ആണ്. ആധുനിക അപവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? മോസ്ലി ആണ്. ഈ അപവർത്തന പട്ടികയുടെ അടിസ്ഥാനം എന്താണ് എന്നതാണ്? എന്താണ്? മെൻഡലീഫ് ആറ്റോമിക മാസ് ആണ്. മോസ്ലി ആരാണ്? ആറ്റോമിക നമ്പർ ആണ് കേട്ടോ കണ്ടുപിടിച്ചത്. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കുന്നത്? ഏത് അയിരിനെയാണ്? സിന്നബർ. അതായത് സിന്നബർ അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ടോട്ടൽ 80 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും നിർബന്ധമായും പഠിച്ചിരിക്കും. ഈ ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യ പേപ്പറും ഇതുപോലെ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ പറഞ്ഞ ചോദ്യങ്ങൾ പിന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ചില ചോദ്യങ്ങളൊന്നും നമ്മൾ അത് ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊന്നുമില്ല അല്ലെ? നമ്മൾ ആദ്യം പറഞ്ഞു പോയ ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ പഴശ്ശിക്കലാപം എന്നാ നടന്നു നോക്കാം അല്ലെ? പഴശ്ശിക്കലാപം എന്നാ നടന്നേ? 1893 മുതൽ 1897 വരെയാണ് പഴശ്ശി കലാപം നടന്നത്. ആറ്റിങ്ങൽ കലാപം എന്നാ നടന്നത്? 1821 ആറ്റിങ്ങൽ കലാപം നടന്നത്. കല്ലുമാല സമരം എന്നാണ് നടന്നത്? സോറി ട്ടോ, മലബാർ കലാപം എന്നാണ് നടന്നത്? 1921 മുതൽ തുടങ്ങി 1922 വരെയാണ്. കല്ലുമാല സമരം 1915 എന്നിങ്ങനെയാണ് കേട്ടോ. നേരത്തെ വർഷങ്ങൾ പറയാൻ വിട്ടോയതാണ്, പിന്നെയാണ് ഓർമ്മ വന്നത്. അപ്പൊ പഴശ്ശി കലാപം നടന്നത് 1891 മുതൽ 1897 വരെ, മലബാർ കലാപം 1921-22 വരെ, കല്ലുമാല സമരം 1915, പിന്നെ ആറ്റിങ്ങൽ കലാപം 1921. അപ്പൊ നമ്മൾ ഇവിടെ എത്ര ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത്? 80 ചോദ്യങ്ങളാണ് അല്ലെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത്? 80 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത്. അപ്പൊ എല്ലാവരും നിർബന്ധമായും പഠിച്ചിരിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ കിട്ടും. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ കറന്റ് അഫയേഴ്സ് ഇതുപോലെ പുറമേയുള്ള ഒരുപാട് എവിടുന്നൊക്കെ ചോദ്യങ്ങൾ കിട്ടുന്നു അതൊക്കെ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യങ്ങളായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും